السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂറത്ത് ത്വാഹയിൽ 115 മുതലുള്ള വചനങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولقد عهدنا إلى آدم من قبل فنسي ولم نجد له عزما. وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس أبى. فقلنا يا آدم إن هذا عدو لك ولزوجك فلا يخرجنكما من الجنة فتشقى. ولقد عهدنا إلى آدم من قبل فنسي ولم نجد له عزما. وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس أبى. فقلنا يا آدم إن هذا عدو لك ولزوجك فلا يخرجنكما من الجنة فتشقى. ഈ ഒരു ആയത്ത് മുതൽ ഇനി അങ്ങോട്ട് ഏകദേശം ഒരു 8-10 വചനങ്ങൾ ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സൃഷ്ടിപ്പിൻ്റെ തുടക്കത്തിലുണ്ടായ ചില സംഭവ വികാസങ്ങളും സ്വർഗത്തിൽ അവരെ താമസിപ്പിച്ചതും പിശാച് അവരെ പിഴപ്പിക്കാൻ ശ്രമിച്ചതുമായ സംഭവങ്ങളാണ് പരാമർശിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലത്ത് അല്ലാഹു തആല ഈ സംഭവത്തെ പറഞ്ഞിട്ടുണ്ട്. ഓരോ സ്ഥലത്തും പറഞ്ഞപ്പോൾ അതിൽ പ്രത്യേകമായി ഊന്നിയ ചില മേഖലകൾ ഉണ്ടാകും എന്ന് മാത്രം. ഖുർആനിൽ ഒരേ കാര്യം ഒരേ രൂപത്തിൽ ആവർത്തിക്കുകയില്ല. ആവർത്തിച്ചിടത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചില അധ്യാപനങ്ങൾ അധികമായി അല്ലാഹു തആല അതിനെ കൂടെ നൽകുന്നുണ്ടാവും. ചില ആശയങ്ങൾ, ചില സന്ദേശങ്ങൾ ഒക്കെ ഉണ്ടാകും. അപ്പം ഇവിടെ തന്നെ ഈ സംഭവം പറഞ്ഞതിന് മുമ്പായി ആദ്യം വന്നത്
മനുഷ്യന് ചില നിശ്ചയദാർഢ്യങ്ങൾ വേണം എന്നതിലേക്കുള്ള ചില സൂചന നൽകിക്കൊണ്ടുള്ള വചനങ്ങളാണ്. എന്നിട്ടാണ് നേരെ സംഭവം ആരംഭിക്കുന്നത്. അതാണ് വലഖദ് അഹിദ്ന ഇലാ ആദമ മിൻ ഖബ്ലു ഫനസിയ വലം നജിദ് ലഹു അസ്മാ എന്നാണ് ഒന്നാമത്തെ വചനം. ആദം നബിയുടെ സംഭവം, ഇബ്ലീസ് സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ചതും അതേപോലെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് അല്ലാഹു തആല അതിൻ്റെ ഒരു തുടക്കം എന്നൊക്കെ പറഞ്ഞത് വലഖദ് അഹിദ്ന ഇലാ ആദമ, വലഖദ് തീർച്ചയായും അഹിദ്ന നാം കരാർ നൽകി, നിർദ്ദേശം നൽകി, ഇലാ ആദമ ആദമിന് മിൻ ഖബ്ലു മുമ്പ് തന്നെ, ഫനസിയ പക്ഷെ അദ്ദേഹം മറന്നു, വലം നജിദ് ലഹു അസ്മാ വലം നജിദ് നാം കണ്ടെത്തിയില്ല, ലഹു അദ്ദേഹത്തിന്, അസ്മൻ ഒരു നിശ്ചയദാർഢ്യം നാം അദ്ദേഹത്തിന് കണ്ടതുമില്ല, ദൃഢനിശ്ചയം നാം അദ്ദേഹത്തിന് കണ്ടതുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇനി സംഭവങ്ങളെ പറയുന്നത്. ആദനബിക്കോട് അല്ലാഹു തആല ആദ്യം ഒരു കരാർ, ഒരു വസിയ്യത്ത്, നിർദ്ദേശം നൽകി. അതാണ് വലഖദ് അഹിദ്നാ ഇലാ ആദമ മിൻ ഖബ്ലു, ആദമിന് ഇതിനു മുമ്പ് നാം കരാർ നൽകിയിട്ടുണ്ട്, നിർദ്ദേശം നൽകിയിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം മറന്നു, അദ്ദേഹത്തിന് നാം ദൃഢനിശ്ചയം കണ്ടില്ല. അഥവാ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും നിങ്ങൾക്ക് യഥേഷ്ടം ഭക്ഷിക്കാമെന്നും വലാ തഖറബാ ഹാദിഹി ഷജറ ഈ മരത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കരുത് എന്നും അല്ലാഹു തആല നിർദ്ദേശം നൽകി. ആ നിർദ്ദേശത്തെയാണ് ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിസ്മരിക്കുകയും അങ്ങനെ ആ മരത്തിൽ നിന്ന് ഭക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. അതാണ് ഇവിടെ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത്. അപ്പം മനുഷ്യർ ജീവിതത്തിൽ എപ്പോഴും സൂക്ഷ്മതയും ബോധവും ഉണ്ടാകണം എന്ന ഒരു പാഠം കൂടി അല്ലാഹു തആല ഇതിലൂടെ നൽകുന്നുണ്ട്. തൊട്ടു മുമ്പ് മൂസാ നബിയുടെ സംഭവം പറഞ്ഞു, പിന്നീട് സ്വർഗ്ഗനരകങ്ങൾ പറഞ്ഞു, പരലോകത്തെ വ്യത്യസ്തമായ സംഭവങ്ങൾ പറഞ്ഞു. ഈ വിശുദ്ധ ഖുർആൻ ഇറക്കിയത് ഉത്ബോധനമാണ് എന്ന് അല്ലാഹു തആല പ്രത്യേകമായി എടുത്തു പറയുകയും ചെയ്തു. എന്നിട്ടാണ് അല്ലാഹു പറഞ്ഞത് ഇത്തരം ഉത്ബോധനങ്ങളൊക്കെ സ്വീകരിക്കുക എന്നുള്ളത് മനുഷ്യന് ബാധ്യതയാണ്. അതാണ് നമ്മുടെ മുമ്പത്തെ ആയത്തുമായി ഇതിൻ്റെ കണക്ഷൻ. അതെ 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 പിശാച്ച് വന്നിട്ട് അവരെ ഫദല്ലാഹുമാ ബി ഗുറൂർ എന്ന് പറഞ്ഞത്, അലം അൻഹക്കുമാ റബ്ബുക്കുമാ എന്ന് പറഞ്ഞാൽ റബ്ബിന് വിലക്കാനുള്ള കാരണം നിങ്ങൾ ഒന്നുകിൽ മലക്കളായി മാറും അല്ലെങ്കിൽ നിങ്ങൾ ശാശ്വതരായി മാറും എന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് പിശാച്ച് അവരെ വഞ്ചിച്ചു എന്ന് പറയുന്നുണ്ട്. ആ വഞ്ചനപ്പെട്ടുപോയി. അതാണ് ഇവിടെ. അപ്പോൾ അത് കേട്ടപ്പോൾ റബ്ബ് നൽകിയ സന്ദേശത്തെ, റബ്ബ് നൽകിയ നിർദ്ദേശത്തെ അദ്ദേഹം വിസ്മരിച്ചു. അതാണ് ഇവിടെ ഫനസിയ എന്നാണ്. അതേപോലെ അസാ ആദം റബ്ബഹു, ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിൻ്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിച്ചു എന്നാണ് സൂറത്ത് ത്വാഹയിൽ തന്നെ ഉപയോഗിച്ച മറ്റൊരു പദപ്രയോഗം. അപ്പം അതിന് കാരണങ്ങൾ ഉണ്ടാവാം. എന്നാലും അപ്പം കഴിഞ്ഞ ആയത്തും ഈ സംഭവം നമ്മുടെ ബന്ധമാണ്. ഈ ഒരു ആയത്ത്, ഖുർആനിലെ ആയത്തുകൾ തമ്മിലൊക്കെ ബന്ധമുണ്ടാകും. ഒരായത്തും അടുത്ത ആയത്തും തമ്മിൽ ബന്ധമുണ്ടാകും. ഒരു സൂറത്തും അടുത്ത സൂറത്തും തമ്മിൽ ബന്ധമുണ്ടാകും. ഒരു ജുസും അടുത്ത ജുസും തമ്മിൽ ബന്ധമുണ്ടാകും. ഒരു ബന്ധമില്ലാതെ വെറുതല്ല. ഖുർആനിലെ മൊത്തം തർത്തീബുകൾ തമ്മിൽ ബന്ധമുണ്ട്. മുനാസബാത്ത് അതൊരു വലിയ വിജ്ഞാന ശാഖയാണ്. ഖുർആനിലെ ആയത്തുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ, ഒരായത്തും അടുത്ത ആയത്തും തമ്മിൽ എന്ത് ബന്ധം? അപ്പോൾ രണ്ട് സംഭവങ്ങളായിരിക്കാം ഒരു പക്ഷേ. എന്നാലും ആ രണ്ട് സംഭവങ്ങൾ തമ്മിലും ചില ബന്ധങ്ങൾ അവിടെ ഉണ്ടാകും. അത് രണ്ട് സൂറത്തുകൾ തമ്മിൽ, ഒരു സൂറത്ത് അവസാനിക്കുന്ന വിഷയങ്ങൾ എന്താണോ അതുമായി ബന്ധിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അടുത്ത സൂറത്തുകൾ ആരംഭിക്കുക. അപ്പോൾ ഈ സൂറത്തുകളുടെ തർത്തീബ് അതിൽ ചില മുഅ്ജിസത്തുകൾ ഉണ്ട്. ആയത്തുകൾ തർത്തീബ് അതിൽ ചില മുഅ്ജിസത്തുകളുണ്ട്. ഇപ്പോൾ ആദ്യം ഇറങ്ങിയത് ഇഖ്റ ബിസ്മിയാണല്ലോ, പക്ഷെ അത് അവസാന ഭാഗത്താണ് മുസ്ഹഫിൽ നമ്മൾ കാണുന്നത്. ഫാത്തിഹ പിന്നീട് ഇറങ്ങിയതാണ്, അതാണ് ഇപ്പോൾ ആദ്യത്തിൽ കാണുന്നത്. ബഖറ മദനിയാണ്, അതാണ് രണ്ടാമത്തെ സൂറത്തായി വന്നത്. അപ്പോൾ ഈ സൂറത്തുകളുടെ തർത്തീബ് അതിൽ ചില അത്ഭുതങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ, ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹ് ആ വിഷയം വിശദമായി ചർച്ച ചെയ്ത് കാണാൻ കഴിയും. ഈ തർത്തീബുകൾ, ഖുർആനിൻ്റെ തർത്തീബുകളെ പറ്റി ധാരാളമായ ചർച്ചകൾ ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെയും ഇബ്നു ഖയ്യിമിൻ്റെയൊക്കെ ഗ്രന്ഥങ്ങൾ പലയിടത്തും പരാമർശിച്ച് പോയിട്ടുണ്ട്. ആധുനിക കാലത്ത് അതിൽ മാത്രം ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ഖുർആനിലെ ആയത്തുകളെയും സൂറത്തുകളെയും ഈ ക്രമീകരണം, അതിലുള്ള രഹസ്യങ്ങൾ, അതിൻ്റെ അത്ഭുതങ്ങൾ അത് പരാമർശിച്ചുകൊണ്ട് ഈ കാലത്ത് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ തന്നെയും കാണാൻ കഴിയും. അപ്പം മുമ്പുള്ള ആയത്തുകളിൽ ഖുർആനെക്കുറിച്ചാണ് പറഞ്ഞത്. തൊട്ട് മുമ്പ് 113, 114 അൻസൽനാഹു ഖുർആൻ അറബിയ്യൻ വസറഫ്നാ ഫീഹി മിനൽ വഈദി ലഅല്ലഹും യത്തഖൂൻ ഔ യുഹ്ദിസ് ലഹും ദിക്റാ. ഖുർആൻ്റെ ഉത്ബോധനങ്ങൾ, ഖുർആൻ്റെ ഉപദേശങ്ങൾ, അതാണ് അവിടെ പറഞ്ഞത്.
ഇനി അങ്ങനെ ഉപദേശം മനുഷ്യൻ പണ്ട് മറന്നുപോയപ്പോൾ ഉണ്ടായ നഷ്ടം, അതിൻ്റെ തിക്തഫലം, അതാണ് ഇവിടുന്ന് അങ്ങോട്ട് അല്ലാഹ് പഠിപ്പിക്കുന്നത്. അപ്പം മനുഷ്യൻ എപ്പോഴും ഒരു ദൃഢനിശ്ചയം വേണം, ഒരു അസ്മ്, എപ്പോഴും ഒരു നിശ്ചയദാർഢ്യം ആവശ്യമുണ്ട്. ഒരു കരാർ കിട്ടിയാൽ അത് പാലിക്കുക, ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുക, അത് മനുഷ്യനുണ്ടാവേണ്ടുന്ന സ്വഭാവമാണ്. സൂക്ഷ്മതയും ബോധവുമൊക്കെ മനുഷ്യനെപ്പോഴും ഉണ്ടാവേണ്ടതുണ്ട്. അതല്ലാതെ നിശ്ചയദാർഢ്യമില്ലാതെ ഒരു മനക്കരുത്തില്ലാതെ പോകുന്നുവെങ്കിൽ അതുകൊണ്ട് വലിയ നഷ്ടങ്ങൾ മനുഷ്യർക്കുണ്ടാകും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആദ്യ മനുഷ്യനായ ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ തന്നെ ഒരു മറവി സംഭവിക്കുകയും നിശ്ചയദാർഢ്യമില്ലാതിരിക്കുകയും ചെയ്തപ്പോൾ അതുകൊണ്ടുണ്ടായ ദുരന്തങ്ങൾ. അതാണ് ഇനി സംഭവം പറയുന്നത്. നസിയ, മറന്നു. അതിൽ നിന്നാണ് ഇൻസാൻ എന്ന പേര് തന്നെ വന്നതെന്നാണ്. നസിയ എന്ന പദത്തിന് രണ്ട് വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, നസിയ എന്ന പദവുമായി ബന്ധപ്പെട്ടാണ് ഇൻസാൻ എന്ന പദം, മറക്കുന്നവൻ. അപ്പം മനുഷ്യൻ്റെ ഒരു അശ്ലീയായ സ്വഭാവമാണ് മറവി എന്നുള്ളത്. മറവി അനുഗ്രഹവുമാണ്, ചിലപ്പോൾ മറവി ദോഷവുമാണ്. എന്ത് സംഗതിയും ചിലത് മറക്കും, ചിലത് മറക്കേണ്ടി വരും. ഇപ്പോൾ വീട്ടിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു, അതുവരെ കുറച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ മറക്കുന്നു. അത് മറന്നില്ലെങ്കിലോ മനുഷ്യനെ ജീവിക്കാൻ കഴിയില്ല. ഒരു വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, വേണ്ടപ്പെട്ടത് മരിച്ചാൽ കുറച്ച് ദിവസം നമ്മൾ വല്ലാത്ത പ്രയാസത്തിലാവും. ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, ഉറക്കം വരുന്നില്ല, ഒന്നിനും സാധിക്കുന്നില്ല. ഉറങ്ങുമ്പോഴേക്ക് ഉമ്മാനെങ്ങനെ മനസ്സിലേക്ക് വരിക, വാപ്പാനെ മനസ്സിലേക്ക് വരിക, അങ്ങനെയായിട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെക്കും. കുറച്ച് ദിവസം കഴിയുമ്പോഴോ മെല്ലെ മെല്ലെ അങ്ങാണ്ട് മറന്നു. പിന്നെ അവൻ്റെ സാധാരണ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ആ മറവി മനുഷ്യനൊരു നിഅമത്താണ്. അതില്ലെങ്കിൽ അവൻ്റെ ജീവിതം മൊത്തം അതോടി താറുമാറായി പോകും. എന്നാൽ ചില മറവികൾ മനുഷ്യന് നഷ്ടവുമാണ്. അപ്പം മറവി എന്നത് മനുഷ്യൻ്റെ ഒരു അശ്ലീയായ സ്വഭാവം തന്നെയാണ്. ആ സ്വഭാവത്തിൽ നിന്നാണ് നസിയ എന്ന നിസ്യാൻ എന്ന പദവുമായി ബന്ധപ്പെട്ടാണ് ഇൻസാൻ എന്ന് വന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നമാ സുമ്മിയൽ ഇൻസാനു ലിഅന്നഹു അഹിദ ഇലൈഹി ഫനസിയ. മനുഷ്യൻ അല്ലാഹു ഒരു ഉപദേശം നൽകി, ഫനസിയ, അത് അവൻ മറന്നുപോയി, അതുകൊണ്ടാണ് അവന് ഇൻസാൻ എന്ന പേര് വന്നത് തന്നെയാണ്. ഈ നിസ്യാന്, മറവി എന്നുള്ളത് അവൻ്റെ കൂടപ്പിറപ്പാണ്, അതുകൊണ്ടാണ് ഇൻസാൻ എന്ന പേര് അവന് വന്നത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇബ്നു അബീ ഹതീം ഉദ്ധരിച്ച റിപ്പോർട്ടിൽ കാണാൻ കഴിഞ്ഞു. മറ്റൊരു വ്യാഖ്യാനമുള്ളത് അനിസ എന്ന പദത്തിൽ നിന്നാണ്. ഉൻസ്, പിന്നെ ഇണങ്ങുക. അനിസ എന്നാൽ ഇണങ്ങിച്ചേരുക എന്നാണ്. അപ്പം മനുഷ്യൻ എപ്പോഴും ഇണങ്ങിച്ചേരുന്നവനാണ്. മനുഷ്യനുമായും ഇണങ്ങാൻ പറ്റും, മനുഷ്യൻ അങ്ങോട്ട് ഇണങ്ങാനും കഴിയും. മനുഷ്യൻ ഒറ്റക്കല്ല ജീവിക്കുക, സാമൂഹ്യ ജീവിയാണ്. പരസ്പരം ഇണങ്ങിയും ചേർന്നുമാണ് മനുഷ്യൻ മുന്നോട്ട് പോകുന്നത്. ഒരു പരിചയത്ത ഒരാളെയും എവിടെയെങ്കിലും വെച്ച് കണ്ടു, പരിചയപ്പെട്ടു, ഒരു 10ൻ്റെ ഒപ്പം നടന്നു, അപ്പോഴേക്ക് അവനുമായിട്ട് ഒരു ഇണക്കം, നമ്മളൊക്കെ വാങ്ങി, അഡ്രസ്സ് വാങ്ങി, ഇവിടെ വരുമ്പോൾ വിളിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഓന് നാട്ടിൽ പോകുമ്പോൾ അങ്ങോട്ട് വിളിക്കും, അവൻ ഇവിടെ വരുമ്പോൾ വിളിക്കും. ആ ഒരു ഇണക്കം മനുഷ്യന്മാർ തമ്മിലുണ്ട്. അത് ഏത് നാട്ടിൽ പോയാലും, ലോകത്ത് ഏത് നാട്ടിൽ പോയാലും അവിടുന്ന് അയാൾ പരിചയപ്പെട്ടാൽ പിന്നെ നമ്മൾ മറക്കാറില്ല. ഏതെങ്കിലും ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ട് അയാളെ കണ്ടുമുട്ടിയാലും ആ പഴയ ബന്ധം മനുഷ്യന് ഉണ്ടാകും. പണ്ട് 10 കൊല്ലം മുമ്പ് ഞാൻ അവിടുന്ന് കണ്ടതാണ്, 25 കൊല്ലം മുമ്പ് ഗൾഫ് പോയപ്പോൾ അവിടുന്ന് കണ്ടതാണ് എന്ന് പറഞ്ഞ് പിന്നെ അയാളെ എവിടെയും കണ്ടുമുട്ടുമ്പോൾ പോലും ആ ബന്ധം ഓർമ്മയാവുകയും അത് പ്രകാരം അവന് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. അതാണ് ഇൻസാൻ, ഇണങ്ങുന്നവൻ എന്നർത്ഥം. നാട്ടിലേക്ക് ഒരു ഇണക്കമുണ്ട്, കുടുംബത്തിലേക്ക് ഒരു ഇണക്കമുണ്ട്. മനുഷ്യ ലോകത്തെവിടെ പോയാലും അവനാണ് നാട്ടിലേക്ക് എത്തുക എന്നുള്ള മനുഷ്യൻ്റെ ഒരു താല്പര്യമാണ്. വീട്ടിലേക്ക് എത്തുക, കുടുംബത്തിലേക്ക് എത്തുക, നാട്ടിലേക്ക് എത്തുക. ഒരുപക്ഷെ നാട്ടിൽ നമുക്ക് ആരും ഉണ്ടാവില്ല. നാട്ടിൽ ഉമ്മയും ബാപ്പയും ഏറ്റവും അടുത്തൊക്കെ മരിച്ചുപോയി, അവിടെ ആരുമില്ല. എന്നാൽ പോലും എൻ്റെ നാട് എന്നൊരു വികാരം മനുഷ്യനുണ്ടാകും. ആ നാട്ടിലേക്ക് എത്തും. അതുകൊണ്ടാണ് പ്രവാചകന്മാരൊക്കെ വന്നപ്പോൾ നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കും എന്നാണ് അവിടെ ഒരു ഭീഷണി. ഏത് കാലത്തുമുള്ള ഒരു നല്ല ഭീഷണിയാണെന്ത്, ഈ നാട്ടിൽ നിന്ന് തന്നെ പുറത്താക്കും, മഹലിൽ തന്നെ ബഹിഷ്കരിക്കും, നാട്ടിൽ തന്നെ പുറത്താക്കും എന്ന് പറഞ്ഞാൽ അതൊരു ഭീഷണിയാണ്. കാരണം മനുഷ്യനെപ്പോഴും നാടുമായി ഒരു കണക്ഷൻ മനസ്സിനുണ്ട്. അതാണ് ഇൻസാൻ, ഉള്ളവൻ. ആ 2 കാരണങ്ങളാലാണ് മനുഷ്യന് അറബിയിൽ ഇൻസാൻ എന്ന് പേര് വന്നിരിക്കുന്നത്. അതുപോലെ അല്ലാഹ് പ്രത്യേകം എടുത്തു പറഞ്ഞു, വലഖദ് അഹിദ്നാ ഇലാ ആദമ മിൻ ഖബ്ലു. വലഖദ് അഹിദ്നാ, തീർച്ചയായും നാം നിർദ്ദേശം നൽകി, ഉപദേശം നൽകി, കരാർ ചെയ്തു, ഇലാ ആദമ, ആദമിലേക്ക്, മിൻ ഖബ്ലു, മുമ്പ് തന്നെ, ഫനസിയ, പക്ഷെ ആ ആദം മറന്നുപോയി, വലം നജിദ് ലഹു, അദ്ദേഹത്തെ നാം കണ്ടെത്തിയില്ല,
വലം നജിദ് വജദ യജിദു വജദ കണ്ടെത്തി യജിദു നജിദ് ഫലം നജിദ് നാം കണ്ടെത്തി ഇല്ല വലം നജിദ് വജദ യജിദു നജിദു ലമ്മ വരുമ്പോൾ ലം നജിദ് വലം നജിദ് നാം കണ്ടതുമില്ല ലഹു അദ്ദേഹത്തിന് അസ്മൻ ഇത് അത് ജീമിൽ സുക്കൂനാണ് നജിദ് എന്നുള്ളത് സുക്കൂനാണ് ഇത് വജദ യജിദു എന്ന പദവുമായി ബന്ധപ്പെട്ടാണ് ചോക്കുന്നില്ലേ പൈത്ത നിർത്തിയപ്പോ കുഴപ്പമില്ല. അപ്പോൾ വജദ എന്ന മാലിയുടെ മുലാരിയാണ് യജിദു എന്ന് വരുന്നത്. അവിടെ ജീമിന് കെസ്റായിട്ടാണ് വരിക. വജദ യജിദു. മറ്റേ നജിദ് എന്നുള്ളത് ഒരു പേരാണ്, ഇസ്മാണ്. നജിദ് ഒരു നാടിൻ്റെ പേരായിട്ട് ഉപയോഗിക്കുന്നു. ഉയർന്ന സ്ഥലങ്ങൾക്കൊക്കെ നജിദ് എന്ന് പറയുന്നതാണ്. അറബിയിൽ പൊതുവെ ഉയർന്ന സ്ഥലങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന പേരാണ് നജിദ് എന്നുള്ളത്. ആയത്തിലുള്ളത് നജിദു എന്നാണ്. മറ്റത് നജിദുൻ ജീമിൽ സുക്കൂനാണ്. നജിദുൻ. ഇവിടെ നജിദു. പിന്നെ ഇവിടെ ലമ്മ വന്നു. ലമ്മ വരുമ്പോൾ ഈ ലമ്മ പോയിട്ട് ഇവിടെ സുക്കൂനാവും. ലം നജിദ്. അതാണ് ആയത്തിലെ പ്രയോഗം. വലം നജിദ് ലഹു. അവിടെ വജദ യജിദു എന്ന ഫിഇലിൽ കിട്ടി. ഫിഇൽ മുദാരിയാണ്. അതിൻ്റെ തുടക്കത്തിൽ ലമ്മ വന്നു. അപ്പം ലം നജിദ് എന്നായി. മറ്റത് നജിദുൻ. നജിദ് എന്ന് പറഞ്ഞാൽ സാധാരണ ഉയർന്ന സ്ഥലങ്ങൾ. അതിലാണ് അറബികൾ പൊതുവെ നജിദ്. നജിദ് ഒരുപാടുണ്ട്. അറേബ്യൻ ചരിത്രത്തിൽ അറിയപ്പെട്ട 14 നജിദുകൾ കാണാൻ കഴിയും. അതായത് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ കുന്നുംപുറം, കുന്നുമ്മൽ എന്നൊക്കെ പറഞ്ഞ പോലത്തെ പ്രയോഗമാണ് ശരിക്കും നജിദ്. തിലാല് കുന്നുകളാണ്. തിലാല് കുന്ന് എന്നർത്ഥം. അത് നാടേക്കൊള്ളുന്നില്ല. കുന്ന്, ചെറിയ കുന്ന്, വലിയ മലയല്ലാത്ത കുന്നുകൾക്കാണ് നജിദ് തിലാൽ എന്ന് പറയുക. ജബല് മല, അത് എല്ലാ തരം മലക്കും പറയാം. വലിയ മലകളല്ലാത്ത ചെറിയ ചെറിയ കുന്നുകൾ, അതിനാണ് തിലാൽ എന്ന് പറയുക. നജിദ് എന്ന അറബികൾ പണ്ടേ ഉപയോഗിച്ചത് ഉയർന്നു നിൽക്കുന്ന നാടുകൾക്കാണ്. മറ്റു പ്രദേശത്തിനേക്കാളും ഉയർച്ചയുള്ള നാടിനൊക്കെ അവർ നജിദ് എന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ കുന്നുംപുറം അല്ലെങ്കിൽ കുന്നുമ്മൽ എന്നൊക്കെ പറഞ്ഞ പ്രയോഗം അതാണ്. കുറച്ചൊരു ഉയർന്ന പ്രദേശത്തൊക്കെ കുറേ സ്ഥലത്തുണ്ടാകും ആ പേര്. കുന്നുംപുറം കുറേ ഉണ്ടാവും. കുന്നുംപുറം കുന്നുമ്മലൊക്കെ കുറേ ഉണ്ടാവും. അത് അങ്ങനെ വരുന്നൊരു ഒരു പദപ്രയോഗമാണ്. എന്നതുപോലെയാണ് നജിദ് എന്നുള്ളത്. അപ്പോൾ അറേബ്യയിൽ അറിയപ്പെട്ട നജിദുകൾ തന്നെ 14 എന്നാണ്. അറേബ്യൻ ചരിത്രത്തിൽ പൊതുവെ കവികളും സാഹിത്യകാരന്മാരൊക്കെ പണ്ട് പറഞ്ഞു പോയ, അവരെ കവിതകളിൽ പരാമർശിച്ചു പോയ നജിദുകൾ തന്നെ 14 ഉണ്ട്. അതിൽ ചിലത് വ്യാപകമായി അറിയപ്പെട്ടിട്ടുണ്ടാവും, ചിലത് ആ നാട്ടിൽ മാത്രം അറിയപ്പെട്ടതുണ്ടാവും. ഇപ്പോൾ റിയാദിൻ്റെ ചില ഭാഗങ്ങൾ അത് നജിദ് എന്ന പഴയ കാലത്തെ പേരുണ്ട്. റിയാദ്, ഉഴിയൈന തുടങ്ങിയ ആ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദേശത്ത് നജിദ് എന്ന് പറയും. അതാണ് മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ ജന്മസ്ഥലം. ഹദീസിൽ പ്രയോഗിക്കപ്പെട്ട ഒരു നജിദുണ്ട്. ഫിത്നകളുടെ കേന്ദ്രമായി അറിയപ്പെട്ട ഒരു നജിദുണ്ട്. അത് ഇറാഖാണ്. എല്ലാ ഫിത്നകളുടെയും കേന്ദ്രമായി പഠിപ്പിക്കപ്പെട്ട പിശാച്ചിന് കൊമ്പ് പുറപ്പെടും എന്ന് നബി തങ്ങൾ പറഞ്ഞ നജിദ്, അത് ഇറാഖിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. ഒഫീ നജിദിനാ യാ റസൂലല്ലാഹ് എന്ന് സ്വഹാബിമാർ പറഞ്ഞ, അതായത് നബി തങ്ങൾ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ ഞങ്ങളെ ഷാമിലും യമനിലും നീ ബർക്കത്ത് ചെയ്യണേ, മക്കയിലും മദീനയിലും നീ ബർക്കത്ത് ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ സ്വഹാബിമാർ പറഞ്ഞു, നബിയെ നജിദിന് വേണ്ടിയും പ്രാർത്ഥിക്കൂ. അപ്പോൾ നബി തങ്ങൾ പ്രാർത്ഥിച്ചില്ല. വീണ്ടും അവർ പറഞ്ഞു, നബിയെ ഒഫീ നജിദിനാ യാ റസൂലല്ലാഹ്, നജിദിന് വേണ്ടിയും പ്രാർത്ഥിക്കൂ നബിയെ. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അവിടെ നിന്നാണ് എല്ലാ ഫിത്നകളും പൊട്ടിപ്പുറപ്പെടുക. അവിടെയാണ് മിൻ ഹൈസു യത്ലുഉ ഖർനു ശൈത്വാൻ, പിശാചിൻ്റെ കൊമ്പ് ഉദിച്ചു വരിക നജിദിൽ നിന്നാകുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞു. ആ നജിദ് ഇറാഖാണ്. മറ്റു ചില റിപ്പോർട്ടുകളിൽ ഒഫി ഇറാഖിന യാ റസൂലല്ലാഹ് എന്ന് തന്നെ വ്യക്തമായി വന്നിട്ടുണ്ട്. മാത്രവുമല്ല, പിന്നീട് ചരിത്രം പരിശോധിക്കുമ്പോൾ എല്ലാ ഫിത്നകളും തുടങ്ങിയത് ഇറാഖിൽ നിന്നാണ്. പിഴച്ചുപോയ സംഘങ്ങളുടെ മുഴുവൻ നേതാക്കന്മാർ ഇറാഖികളാണെന്നാണ്. ഷിയാക്കൾ, ഖവാരിജുകൾ തുടങ്ങി ജബരികൾ, ജഹ്മികൾ, ഖദരികൾ, ഇങ്ങനെയുള്ള എല്ലാ പിഴച്ച സംഘങ്ങളും 72 സംഘത്തിൽ 7 സംഘമാണ് അസ്ല്. ആ 7 സംഘത്തിൻ്റെയും നേതാക്കന്മാർ, അത് തുടക്കക്കാർ ഇറാഖുകാരായിരുന്നതാണ്. അപ്പോൾ എല്ലാ ഷെറിൻ്റെയും തുടക്കമിട്ടത് ഇറാഖാണ്. ഒരു കാലത്ത് വ്യാജമായ ഹദീസുകളുടെ നിർമ്മാണം, അതിന് കേന്ദ്രം ഇറാഖായിരുന്നു. നിർമ്മിത ഹദീസുകൾ നിർമ്മിച്ചുണ്ടാക്കുന്ന കേന്ദ്രമായിരുന്നു ഇറാഖ്.
അതുകൊണ്ടാണ് ഇറാഖിന് ദാറുൽ ലർബ് എന്ന് പേര് വന്നത്. ചരിത്രത്തിൽ ദാറുൽ ലർബ് എന്ന് പേരുണ്ട്. ഹദീസ് അടിക്കുന്ന കേന്ദ്രം. സാധാരണ ദാറുൽ ലർബ് ഉപയോഗിക്കൽ നോട്ടടിക്കുന്ന സ്ഥലത്തിലാണ്, നോട്ടുകൾ അടിച്ചുവിടുന്ന സ്ഥലത്തിലാണ് ദാറുൽ ലർബ് എന്ന് പറയാം. അപ്പം നോട്ടടിക്കുന്നത് പോലെ ഹദീസ് അടിച്ചുവിടുന്ന കേന്ദ്രമായിരുന്നു ഇറാഖ്. അതുകൊണ്ട് ദാറുൽ ലർബ് എന്നാണ് ഇറാഖിന് പേരുണ്ടായത്. ഇമാം മാലിക് പറയുന്നുണ്ട്, ഒരു ഹദീസ് ഇറാഖിലേക്ക് പോകുമ്പോൾ ഒരു ചാണാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഒരു മുഴമുണ്ടാകുന്നു. ഹദീസൊക്കെ പോലും മക്കത്തുനിന്ന് മദീനത്തുനിന്നാണല്ലോ, നബിയല്ലേ പറയാം. അപ്പോൾ ഇറാഖ് കൂടി കയറിയിട്ട് വന്നാൽ പിന്നെ ആ ഹദീസ് നീളം കൂടും. കാരണം നബി പറഞ്ഞതിനേക്കാളും പോലെ വകലേശമിൽ കൂട്ടിച്ചേർത്തിട്ടാണ് അവരെ പിന്നെ പ്രചരിപ്പിക്കുക. അവിടേക്ക് പോയ ഹദീസ് ഒരു ചാണാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഒരു മുഴമുണ്ടാകും. ഇമാം ഷാഫി പറഞ്ഞു, മാ റഅയ്തു ഇറാഖിയൻ താമ്മൽ അഖ്ലി, പരിപൂർണമായി ബുദ്ധിയുള്ള ഒരു ഇറാഖിയെയും ഞാൻ കണ്ടിട്ടില്ല. പൂർണ്ണ ബുദ്ധിയുള്ള ഒരു ഇറാഖിയെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അബ്ദുല്ലാഹിബിൻ ഉമർ ഖത്താബിൻ്റെ മകൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ഒരിക്കൽ കഅബയെ തവാഫ് ചെയ്യാണ്. തവാഫ് ചെയ്യുമ്പോൾ ഒരാൾ അദ്ദേഹത്തിൻ്റെ പിറകിലിങ്ങനെ വരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. ഇബ്നു ഉമറിനെ കണ്ടപ്പോൾ ഒരു സംശയം ചോദിക്കാമെന്നാണ്. ശരി, ചോദിച്ചോർന്നു. അപ്പം ഞാനിങ്ങനെ ഇഹ്റാമിലായിരിക്കെ ഒരു കൊതുക് എന്നെ കടിച്ചപ്പോൾ ഞാൻ അടിച്ചുപോയി. അടിച്ചപ്പോൾ കൊതുക് ചത്തു. അപ്പോൾ ഇഹ്റാമിൽ ഒരു ജീവിയെയും കൊല്ലാൻ പാടില്ലല്ലോ. ഇഹ്റാം ചെയ്താൽ പിന്നെ വേട്ടയാടാൻ പാടില്ല, ഒരു ജീവിയെയും കൊല്ലാൻ പാടില്ല. പക്ഷെ ഞാനൊരു കൊതുകിനെ കൊന്നുപോയി, ഇനി എന്താണ് ചെയ്യാന്ന് ചോദിച്ചു. ഇബ്നു ഉമർ ചോദിച്ചു, നീ ഇറാഖുകാരനാണോ എന്ന് ചോദിച്ചു. അതെ, ഇറാഖുകാരനാണ്. അപ്പോൾ ഇബ്നു ഉമർ പറഞ്ഞു, അല്ലാഹു റസൂലിൻ്റെ പേരക്കുട്ടനെ കൊന്ന മനുഷ്യന്മാരങ്ങൾ, അത് നിങ്ങൾക്ക് ഇപ്പോഴും ബേജാറില്ല. എന്നിട്ട് കൊതുവിനെ കൊന്നതിൻ്റെ മസ്ലയും ചോദിച്ച് നടക്കുക നിങ്ങൾ. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇറാഖിൽ നിന്നാണ് എല്ലാ ഫിത്രയും വരിക എന്ന് പറഞ്ഞ ഈ ഹദീസ് അദ്ദേഹം അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കുക. അപ്പോൾ അത് നജ്ദ് ഇറാഖാണ്. ആ നജ്ദിൽ നിന്നാണ് ചരിത്രത്തിൽ മുഴുവൻ സ്വഹാബത്തിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് എല്ലാ ഫിത്രകളുടെയും കേന്ദ്രം ഇറാഖായിരുന്നു. ഇന്നും ഇറാഖിൻ്റെ അവസ്ഥ തന്നെയാണ്. ഒരു സ്വസ്ഥമായ ഒരു സമാധാനപൂർണമായ സാഹചര്യം എന്ന് അവിടെ അധികമൊന്നും ഉണ്ടായിട്ടില്ല. അതാണ് അപ്പറഞ്ഞ നജ്ദ്, അല്ലാതെ റിയാദാകുന്ന നജ്ദ് അല്ല. റിയാദിൽ അങ്ങനത്തെ ഒരു ഫിത്ന കാലത്തും ഉണ്ടായിട്ടുമില്ല. ചില ആളുകൾ വഹാബികളാണ്, ഇതിൽ ആളുകൾ പറയാൻ വേണ്ടി ഈ ഹദീസ് ഇങ്ങോട്ട് ഫിറ്റാക്കും. എന്നിട്ട് മുഹമ്മദ് അബ്ദുൽ വഹാബ് അവിടെ വന്നത്, അപ്പോൾ അവിടെ നിന്നാണ് ശൈത്താൻ്റെ കൊമ്പ് വരിക എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ നബി തങ്ങൾ ആ പറഞ്ഞ കാലം മുതൽ 11 നൂറ്റാണ്ട് കാലം 1100 കൊല്ലം അവിടുന്ന് എന്താ പാറുണ്ടായത്? ഞാൻ ശേഷം എന്താ ഉണ്ടായത്? ഒന്നുമില്ലല്ലോ. അങ്ങനത്തെ ഒരു ഫിത്നകളുടെയും കേന്ദ്രമായി ഒരു കാലത്തും അത് ഉണ്ടായിട്ടില്ല. എന്നാൽ ഇറാഖ് അങ്ങനെയല്ല. ഈ ചരിത്രം മാത്രമല്ല, ഈ വിഷയത്തിൽ മാത്രം എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്. അക്മലുൽ ബയാൻ ഫീ ശറഹി ഹദീസി അൻ നജ്ദ് ഖർനു ശൈത്വാൻ എന്ന പേര് കിതാബുണ്ട്. നജ്ദ് പിശാചിൻ്റെ കൊമ്പാണ് എന്ന ഹദീസിനുള്ള പരിപൂർണമായ വ്യാഖ്യാനം എന്ന പേര് കിതാബ് കിട്ടും. അക്മലുൽ ബയാൻ ഫി ഹദീസി അൻ നജ്ദു ഖർനു ശൈത്വാൻ എന്ന പേരിൽ നമ്മളത്തെ കണ്ട കിതാബ്. അപ്പോൾ അതിലൊക്കെ പറഞ്ഞ വിഷയങ്ങളാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. അതിലൊക്കെ പരാമർശിച്ചു പോയ കാര്യങ്ങൾ. അപ്പോൾ അതിലവർ സ്ഥാപിക്കുന്നുണ്ട് 14 നജ്ദുകൾ അറബികൾക്ക് അറിയപ്പെട്ട് തന്നെയുണ്ട്. അറിയപ്പെടാത്ത കൊച്ചു കൊച്ചു പ്രദേശങ്ങളിൽ പ്രയോഗിച്ചു പോയ നജ്ദുകൾ വേറെയുമുണ്ട്. ഉയർന്നു നിൽക്കുന്ന നാടുകൾക്കെല്ലാം അവർ പൊതുവെ പ്രയോഗിച്ച പേരാണ് നജ്ദ് എന്നുള്ളത്. വഹദൈനാഹു നജ്ദൈൻ എന്നല്ല പറഞ്ഞല്ലോ. വഹദൈനാഹു നജ്ദൈൻ, മനുഷ്യന് നാം 2 നജ്ദുകൾ നൽകിയിരിക്കുന്നു. അവിടെ നജ്ദ് എന്താണ്? തെളിഞ്ഞു നിൽക്കുന്ന 2 വഴികൾ, തെളിഞ്ഞ 2 വഴികൾ, ആർക്കും കാണാവുന്ന തെളിഞ്ഞു നിൽക്കുന്ന 2 വഴികൾ. അതാണ് വഹദൈനാഹു നജ്ദൈൻ എന്നവിടെ ഉപയോഗിച്ചത്. അവിടെ നജ്ദ് എന്ന പദമാണ് പ്രയോഗിച്ചത്. കാരണം സത്യത്തിൻ്റെ വഴി അസത്യത്തിൻ്റെ വഴി രണ്ടും വ്യക്തമാണ്. ഉയർന്ന സ്ഥലം പോലെ, ഉയർന്ന സ്ഥലമാകുമ്പോൾ എല്ലാവരും കാണാമല്ലോ. പൊന്തി നിൽക്കുന്ന സ്ഥലങ്ങൾ എവിടുന്നും കാണാം എന്ന പോലെയാണ് ഹക്കും ബാത്തിലും. അത് നജ്ദാണ്. അത് നന്നായി തെളിമയുള്ള, അറിയാതെ പോയി പെടേണ്ട ആവശ്യമില്ല. നിൽക്കുന്നവരെ എല്ലാവർക്കും കണ്ടു ബോധ്യപ്പെടാൻ മാത്രം തെളിഞ്ഞ വ്യക്തമായതാണ് ഹക്കും ബാത്തിലും. അതാണ് വഹദൈനാഹു നജ്ദൈൻ എന്നവിടെ അല്ലാഹു തആല പ്രയോഗിച്ചത്. വല്ലാഹു അഅലം. ഏതാണെങ്കിലും ഇവിടെ വലം നജിദ് എന്നാണ്. വജദ യജിദു, വജദ യജിദു കണ്ടെത്തുക എന്ന. വജദ കണ്ടെത്തി, യജിദു കണ്ടെത്തും, നജിദു നാം കണ്ടെത്തും, ലം നജിദ് നാം കണ്ടെത്തിയില്ല, വലം നജിദ് നാം കണ്ടെത്തിയതുമില്ല, ലഹു അദ്ദേഹത്തിന് ആദമിന് അസ്മൻ. അസ്മ എന്നാൽ
ദൃഢനിശ്ചയം, ഒരു ഉറപ്പ്, ഒരു മനക്കരുത്ത്. അതിനൊക്കെ സാധാരണ അസ്മ്, അസീമത്ത് എന്ന പദമൊക്കെ ഉപയോഗിക്കുന്നത്. ഒരു സംഗതി അയാളുടെ അത്രയും ഉറപ്പിക്കാനുള്ള ഒരു കഴിവ്. അസമ, തീരുമാനിച്ചു അർത്ഥമുണ്ട്. ഫല അസംത ഫതവക്കൽ അലല്ലാഹ് എന്ന് അല്ലാഹ് പറഞ്ഞു. നീ തീരുമാനമെടുത്താൽ അള്ളാഹുവിൽ തവക്കുലാക്കുക. തീരുമാനമെടുക്കും മുമ്പ് മുസാവറ ചെയ്യുക എന്ന് പറഞ്ഞു. ഒരു കാര്യം തീരുമാനിക്കും മുമ്പ് കൂടി ആലോചിക്കുക. കൂടി ആലോചിച്ച് തീരുമാനിച്ചു കഴിഞ്ഞാലോ പിന്നെ തവക്കുലാക്കുക. മുസാവറ ചെയ്തു, തീരുമാനമെടുത്തു, മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഫതവക്കൽ അലല്ലാഹ്, അള്ളാഹുവിൽ നീ തവക്കുലാക്കുക. അവിടെ അസമ എന്ന പദമാണ്. അതിലാണ് അസ്മ്, അതിന് മസ്തറാണ് അസ്മ്, നിശ്ചയദാർഢ്യം, മനക്കരുത്ത്, ഒരു ഉറച്ച തീരുമാനം എന്നൊക്കെയാണ് അതിനർത്ഥം. അതെ, ഉദുൽ അസ്മ് എന്നുള്ള വാക്കാണ് ഉദുൽ അസ്മ്. പ്രവാചകന്മാരിൽപ്പെട്ട ഏറ്റവും അധികം പരീക്ഷിക്കപ്പെട്ടവരും ആ പരീക്ഷത്തിൽ അതിശക്തമായ നിലപാട് സ്വീകരിച്ചവരും. അതുകൊണ്ടാണ് അവർക്ക് ഉദുൽ അസ്മ് എന്ന് പറഞ്ഞത്. ഫസ്ബിർ കമാ സബറ ഉദുൽ അസ്മി മിനർ റുസുൽ എന്ന് പറഞ്ഞ മൂസാ നബി ഇസ്ലാം, ഈസാ നബി ഇസ്ലാം, നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഉദുൽ അസ്മ്, 5 പേർ. ജീവിതത്തിൽ ഏറ്റവും അധികം പരീക്ഷിക്കപ്പെട്ട പ്രവാചകന്മാർ. ആ പരീക്ഷണങ്ങളിൽ അതിശക്തമായ ഉറച്ച നിലപാട് സ്വീകരിച്ചവർ. അതുകൊണ്ടാണ് ഉലുൽ അസ്മ് എന്ന പേര് വന്നത്. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ എന്ന് പറഞ്ഞ സൂറത്തു ലുഖ്മാനിൽ, ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അത് ഉറച്ച കാര്യത്തിൽപ്പെട്ടതാകുന്നു എന്ന് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉപദേശത്തിൽ അള്ളാഹു തആല എടുത്തു പറഞ്ഞു. അതാണ് ഇവിടുത്തെ അസ്മ്. അപ്പോൾ ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നാം കരാർ നൽകി, ഉപദേശം നൽകി. പക്ഷേ ആ കരാർ പ്രകാരം ഉറച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹം ആ കരാറിൽ നിന്ന് പിറകോട്ട് പോയി. അല്ലാഹു കൊടുത്ത വാഗ്ദാനമായിരുന്നു, ലാ തഖറബ ഹാദിഹി ഷജറ ഫതകൂന മിനൽ ളാലിമീൻ, ഈ മരത്തെ നിങ്ങൾ സമീപിക്കരുത്, അപ്പോൾ നിങ്ങൾ ളാലിമീങ്ങളായി മാറും. അതുകൊണ്ട് അദ്ദേഹം ദുആ ചെയ്തപ്പോഴും റബ്ബനാ ളലംനാ അൻഫുസനാ ഫതകൂന മിനൽ ളാലിമീൻ പറഞ്ഞു. നിങ്ങൾ ളാലിമീങ്ങൾ പെട്ടുപോകും. ആ കാര്യം അദ്ദേഹം ചെയ്തു പോയി. അപ്പോൾ അദ്ദേഹത്തിന് തൗബതാണ്, റബ്ബനാ ളലംനാ അൻഫുസനാ. കാരണം ഈ അസ്മുണ്ടായില്ല, അല്ലാഹ് പറഞ്ഞൊരു കരാറ് പാലിക്കാൻ കഴിഞ്ഞില്ല. വലഖദ് അഹിദ്നാ, തീർച്ചയായും നാം കരാർ ചെയ്തു, ഇലാ ആദമ, ആദമിലേക്ക് നാം കരാർ നൽകി, മിൻ ഖബ്ലു, മുമ്പ്, ഫനസിയ, അദ്ദേഹം മറന്നു, വലം നജിദ് ലഹു അസ്മാ, അദ്ദേഹത്തിന് നാം ഒരു നിശ്ചയദാർഢ്യം, ഒരു ദൃഢനിശ്ചയം നാം കണ്ടതുമില്ല. ഇനി മലക്കോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞ സംഭവമാണ് പറയുന്നത്. നമുക്ക് അടുത്ത ക്ലാസ് എടുക്കല്ലേ. ഏതായാലും റമദാനിൽ സാധാരണ നമ്മൾ ഇത് തൽക്കാലം അവസാനിപ്പിക്കാറാണ് പതിവ്. മറ്റൊരുപാട് ക്ലാസ്സുകളും കാര്യങ്ങളുണ്ട്. നമുക്കൊക്കെ ജാമ്യയുമായി ബന്ധപ്പെട്ട കുറേ യാത്രകളുണ്ട്. ഇവിടെ ഇൻഷാ അല്ലാഹ് റമദാൻ കഴിഞ്ഞിട്ട് നമുക്കിനി ആരംഭിക്കാം ഇൻഷാ അല്ലാഹ്. ഒന്നുകൂടെ ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولقد عهدنا إلى آدم من قبل فنسي ولم نجد له عزما. سبحانك.